സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കേരളത്തിലെ വനാതിർത്തി ഗ്രാമങ്ങളിലെ കർഷകർ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയെക്കുറിച്ചാണ്. കേളകം, കൊട്ടിയൂർ, ആറളം, കണിച്ചാർ ഈ ഭാഗങ്ങളിലൊക്കെ മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം ഒരു സാധാരണ സംഭവം പോലെയായി. നിങ്ങൾ ചിലപ്പോൾ വാർത്തകളിലൊക്കെ ഇതിന്റെ തലക്കെട്ടുകൾ കാണുന്നുണ്ടാവാം. പക്ഷെ അതിനപ്പുറം അവരുടെ ഒരു ജീവിതം, അവരുടെ പോരാട്ടങ്ങൾ, അതാണ് നമ്മൾ നോക്കുന്നത്. തീർച്ചയായും ഇത് കേരളത്തിൽ ഇത്രയധികം കൂടാൻ ചില പ്രത്യേക കാരണങ്ങളുണ്ട്. നമുക്ക് നല്ല വനമുണ്ട്, പക്ഷെ അത്ര തന്നെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ജനസാന്ദ്രതയുമുണ്ട്. അപ്പോൾ ഈ വനവും ജനവാസ മേഖലയും തൊട്ടടുത്ത് വരുമ്പോൾ സ്വാഭാവികമായും സംഘർഷമുണ്ടാവും. സർക്കാർ ഇത് സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടൊക്കെയുണ്ട്. അതൊരു നല്ല കാര്യം തന്നെ. പക്ഷേ താഴെത്തട്ടിൽ അതിന്റെ ഒരു ഗുണം കിട്ടുന്നുണ്ടോ? അതാണ് ചോദ്യം. അതെ, കർഷകരുടെ പ്രതിഷേധം കാണുമ്പോൾ ആ പ്രഖ്യാപനം അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. ശരിയാണ്. ആ ഒരു യാഥാർത്ഥ്യം അതെന്താണെന്ന് നോക്കിയാൽ കർഷകരുടെ ഒരു കൊല്ലത്തെ അധ്വാനം മുഴുവൻ ചിലപ്പോൾ ഒറ്റ രാത്രി കൊണ്ടാണ് ഇല്ലാതാവുന്നത്. വാഴ, തെങ്ങ്, പിന്നെ കവുങ്ങ്, കാപ്പി, കുരുമുളക്, നെല്ല് എന്ത് നട്ടാലും ആനയോ കാട്ടുപന്നിയോ വന്ന് നശിപ്പിക്കും. അതാണ് അവസ്ഥ. പ്രധാനമായും ഈ രണ്ടെണ്ണമാണ് വില്ലന്മാർ. കണക്കുകൾ നോക്കിയാൽ 2017 തൊട്ട് 2023 വരെ ഏതാണ്ട് 21,000 വിളനാശ കേസുകൾ. ഒന്ന് ഓർത്തുനോക്കൂ. 21,000. അതോടൊപ്പം ഈ വളർത്തുമൃഗങ്ങളെ കൊല്ലുന്നതോ? അതുമുണ്ട്. 1,500-ൽ കൂടുതൽ വളർത്തുമൃഗങ്ങൾ. പശുക്കളൊക്കെ നഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളായ ക്ഷീരകർഷകർ. അവരുടെ വരുമാനം തന്നെ അതായിരിക്കും. അപ്പോൾ വിളയും പോയി, മൃഗങ്ങളും പോയി, എല്ലാം കൊണ്ടും നഷ്ടം. ഈ സാമ്പത്തിക നഷ്ടം മാത്രമല്ലല്ലോ പ്രശ്നം. മനുഷ്യന്റെ ജീവന് തന്നെ ഒരു വിലയുമില്ലാത്ത അവസ്ഥയാണ്. അത് തന്നെ. 2019 തൊട്ട് ഈ 24 വരെയുള്ള ഒരു 5 കൊല്ലത്തിൽ 486 പേരാണ് മരിച്ചത് വന്യജീവി ആക്രമണത്തിൽ. 2016 മുതലുള്ള കണക്ക് നോക്കിയാൽ 900-ൽ കൂടുതൽ പേർ മരിച്ചു. പരിക്കേറ്റവരും ഏകദേശം അത്ര തന്നെ വരും, 900-നടുത്ത്. ഭീകരമായ അവസ്ഥയാണത്. കൂടുതലും ആനയുടെ ആക്രമണമാണല്ലേ ഈ മരണകാരണം? അതെ, കൂടുതലും ആനകൾ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എപ്പോ വേണമെങ്കിലും ആക്രമിക്കപ്പെടാം എന്നൊരു പേടി. സ്വന്തം പുരയിടത്തിൽ ഇറങ്ങി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. ആ ഒരു മാനസിക സമ്മർദ്ദം അത് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. കണിച്ചാറിലൊക്കെ ആത്മഹത്യകൾ വരെ ഉണ്ടായി എന്ന് കേൾക്കുമ്പോ അതൊരു വെറും വന്യജീവി ശല്യമല്ല, ഇതൊരു വലിയ ഒരു മാനുഷിക ദുരന്തം കൂടിയായി മാറുകയാണ്. എന്തുകൊണ്ടാണിത് ഇതിത്ര രൂക്ഷമായത്? വനമൊക്കെ നശിക്കുന്നതൊരു കാരണമാണോ? അത് പ്രധാന കാരണങ്ങളിലൊന്നാണ്. ആവാസവ്യവസ്ഥ ചുരുങ്ങുന്നു. പിന്നെ ഈ വന്യജീവികളുടെ സഞ്ചാര വഴികൾ, ആനത്താരകളൊക്കെ തടസ്സപ്പെടുന്നത്. ആറളം ഫാമിക പ്രശ്നമൊക്കെ നമ്മൾ കേട്ടതാണല്ലോ. അതോടൊപ്പം കാട്ടിലെ തീറ്റ കുറയുമ്പോൾ വാഴ പോലുള്ള വിളകൾ നാട്ടിലുണ്ടെങ്കിൽ മൃഗങ്ങൾ അങ്ങോട്ട് വരും, സ്വാഭാവികമാണ്. പിന്നെ ഈ അധിനിവേശ സസ്യങ്ങൾ എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ടല്ലോ, കാട്ടിലെ സ്വാഭാവിക ഭക്ഷണം ഇല്ലാതാക്കുന്നത്. അതും ഒരു വലിയ കാരണം. അതായത് മൃഗങ്ങൾക്ക് കാട്ടിൽ കിട്ടേണ്ട ഭക്ഷണം കുറയുന്നു. ഈ സാഹചര്യത്തിൽ വനം വകുപ്പിന്റെ ഇടപെടലുകൾ, അതിൽ കർഷകർക്ക് വലിയ അതൃപ്തിയുണ്ട്. പരാതി കൊടുത്താൽ ഒരു നടപടിയുമില്ല. പ്രതിരോധ മാർഗങ്ങൾ, ഇപ്പോൾ ആറളം ആനമതിൽ തന്നെ എത്ര സമയമെടുത്താണ് പണിതത്? എന്നിട്ടും പൂർണ്ണമായി ഫലപ്രദമാണോ എന്നതിലും സംശയമുണ്ട്. അതെ, അവിടെയാണ് കർഷകരുടെ ഏറ്റവും വലിയൊരു വിഷമം. അവർ പറയുന്നൊരു വാചകമുണ്ട്, മാൻ ചത്താൽ കേസെടുക്കും, മനുഷ്യനെ കൊന്നാൽ പിടിക്കാൻ ശ്രമിക്കാമെന്ന്. ആ വാക്കുകളിൽ അവരുടെ ഒരു നിസ്സഹായതയും അമർഷവുമെല്ലാമുണ്ട്. ശരിയാണ്. മനുഷ്യജീവന് വിലയില്ലേ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ആ ഒരു തോന്നൽ ശക്തമാവുമ്പോഴാണ് ഈ ഹർത്താലും റോഡ് ഉപരോധവുമൊക്കെ ഉണ്ടാവുന്നത്. കെട്ടുന്ന മതിലുകളും കിടങ്ങുകളുമൊന്നും ആനയെ തടയാൻ അത്ര പോരാതെ വരുന്നു. സോളാർ തൂക്കുവേലികൾ കുറച്ചുകൂടി മെച്ചമാണെന്ന് പറയുന്നുണ്ടെങ്കിലും പക്ഷെ അത് എത്ര സ്ഥലത്ത് സ്ഥാപിക്കാൻ പറ്റും? അതിന്റെ പരിപാലനം, അതും വെല്ലുവിളിയാണ്. പോരാത്തതിന് നിയമവും പലപ്പോഴും കർഷകർക്ക് അനുകൂലമല്ല എന്നൊരു ആക്ഷേപം കൂടിയുണ്ട്. അതും പ്രധാനമാണ്. 1972-ലെ ആ വന്യജീവി സംരക്ഷണ നിയമം അത് കാലത്തിനനുസരിച്ച് മാറണമെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. അതിന്റെ ഒരു കാർക്കശ്യം, പിന്നെ ഈ നടപടികൾ വൈകുന്നത്. തീർച്ചയായും. പിന്നെ ഈ കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണം എന്നൊരാവശ്യം കേരളം മുന്നോട്ട് വെച്ചിരുന്നല്ലോ. അതെ, അത് കേന്ദ്രം സമ്മതിച്ചില്ല. അതും ഈ പ്രതിസന്ധി കൂട്ടി. പിന്നെ നഷ്ടപരിഹാരത്തിന്റെ കാര്യം, അത് ശരിക്കും പറഞ്ഞാൽ പരിതാപകരമാണ്. ഒരു കശുമാവിന് 165 രൂപ നഷ്ടപരിഹാരം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് കർഷകന് കിട്ടുന്നത്, അല്ലേ? ഒരു പ്രയോജനവുമില്ല. വർഷങ്ങളുടെ അധ്വാനമാണ് പോകുന്നത്.
ഈ കിട്ടുന്ന തുച്ഛമായ തുകയാണെങ്കിൽ അത് കിട്ടാൻ മാസങ്ങളും വർഷങ്ങളും എടുക്കും. അപ്പോൾ അതും ഒരു വലിയ പ്രശ്നമാണ്. സമയത്ത് സഹായം കിട്ടുന്നില്ല. കിട്ടുന്നില്ല. അപ്പോൾ മൊത്തത്തിലെ ഈ സിസ്റ്റത്തിനോടുള്ള ഒരു വിശ്വാസം തന്നെ അവർക്ക് നഷ്ടപ്പെടുകയാണ്. അതെ. അപ്പോൾ ഒരു വശത്ത് എപ്പോൾ വേണമെങ്കിലും വരാവുന്ന വന്യജീവി ആക്രമണം, മറുവശത്ത് നിയമത്തിന്റെ കുരുക്കുകൾ, കാര്യക്ഷമമല്ലാത്ത സർക്കാർ ഇടപെടലുകൾ, പിന്നെ തീരെ കുറഞ്ഞ നഷ്ടപരിഹാരം, ഇതിന്റെ എല്ലാം ഇടയിൽപ്പെട്ട് ശ്വാസം മുട്ടുകയാണ് ഈ കർഷകർ. അവരുടെ ആ ഒരു അതിജീവനം അത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഇതിനൊരു പരിഹാരം വേണ്ടേ? ഒരുപാട് നിർദ്ദേശങ്ങൾ കേൾക്കുന്നുണ്ട്. നിയമം മാറ്റണം, നഷ്ടപരിഹാരം കൂട്ടണം, പുതിയ പ്രതിരോധ മാർഗങ്ങൾ. ടെക്നോളജി ഉപയോഗിക്കാം, കർഷകരെ കൂടി ഉൾപ്പെടുത്തണം, പല വകുപ്പുകളും ഒരുമിച്ച് പ്രവർത്തിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ വെറും കടലാസിൽ ഒതുങ്ങിയാൽ മതിയോ? ഇത് നടപ്പിലാക്കണം. ആ കർഷകരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരണം. വെറും സാങ്കേതിക പരിഹാരങ്ങൾ മാത്രം പോരാ. ഈ മനുഷ്യരുടെ ഒരു ഭയം, അവരുടെ നഷ്ടപ്പെട്ട വിശ്വാസം, അതൊക്കെ തിരിച്ചുപിടിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാന കാര്യം. ശരിയാണ്. പുതിയ വിഷയങ്ങളുമായി വീണ്ടും കാണാം.